സവാള ഫോക്കസ് സവാള ഫോക്കസ്. നമുക്ക് കറി വെച്ച് കരിങ്കോഴി കാന്താരി പെരട്ട്. ഓക്കെ, ഷൽമ ടീച്ചർ സവാള പൊടിക്കുന്നു. കഴുകി വൃത്തിയാക്കിയ കരിങ്കോഴി കുക്കറിൽ വേവിക്കണം. ഇതിന് വേവ് ഇത്തിരി അധികമായ നാടനായതുകൊണ്ട് വേവ് ഇത്തിരി അധികമുള്ള കാരണം നമ്മൾ കുക്കറിൽ വേവിക്കണം. ഉപ്പ് ചേർക്കുക, കരിങ്കോഴി പെരട്ടിന് ആവശ്യമായ സാധനങ്ങൾ. ആദ്യമായി വെളുത്തുള്ളി, ഇഞ്ചി. ഇത് കാന്താരി പെരട്ടായതുകൊണ്ട് ആവശ്യമായ കാന്താരി, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ മല്ലിയില, പുതിന, മസാല, മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കുറവ് മതി. കാന്താരി പെരളിൻ്റെ പരിപാടി അത് കുക്ക് ചെയ്യാൻ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള സവാള എടുക്കുക. സവാള വാടുന്നതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വഴറ്റി വെക്കുന്നതിന്. സവാള വാടിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അല്പം ഒന്ന് അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറിയതിന് ശേഷം മസാലപ്പൊടി, മല്ലിപ്പൊടി നമുക്ക് കുറച്ച് മതി. പിന്നെ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളകും കാന്താരിയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ചേർത്ത മസാല മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളകും കാന്താരി അരച്ച് പേസ്റ്റ് ചെയ്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും ചേർത്ത് കൊടുക്കാം. അതുകൂടി നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇതെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. കരിങ്കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വേവില്ല, അതും നാടനായതുകൊണ്ട് ഇത്തിരി വേഗം കുക്കറിൽ വേവിച്ചിട്ടും നല്ലപോലെ വെന്തിട്ടില്ല. കുറച്ചേരം ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഈ മസാലയിലിരുന്ന് മസാല പിടിച്ചൊന്ന് വേഗണമെന്ന്, അപ്പോഴേ നമ്മുടെ കരിങ്കോഴി പെരട്ട് റെഡിയാവുള്ളൂ.
നമ്മുടെ നാടൻ കോഴിപ്പരട്ട് റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പവും പൊറോട്ടയും അതിൻ്റെ കൂടെ നമുക്ക് ടേസ്റ്റ് നോക്കാം. കരിങ്കോഴിപ്പരട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കേണാ? പൂവാനാണ് കുറച്ച് വന്നേക്കണം. പൂവനെല്ലാം വന്നേക്കണം. മറ്റേതാണ്. ഇല്ല പൂവ്